കനൽ ഒരു തരി എന്നായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വരുമ്പോൾ കേരളത്തിൽ ആലപ്പുഴയുടെ ഫലം പുറത്തു വരുമ്പോൾ ഉണ്ടാകുന്നത്. 19 നിലം പതിക്കുമ്പോൾ അഭിമാനം ഉയർത്തിപ്പിടിച്ചത് ആലപ്പുഴ കൊണ്ടായിരുന്നു ഇടതുമുന്നണി. AM ആരിഫ്, അതേ ആരിഫിനെ തന്നെയാണ് ഇപ്പോൾ കളത്തിലിറക്കി വിജയം ആവർത്തിക്കാൻ ഇടതുമുന്നണി തീരുമാനിച്ചിട്ടുള്ളത്. ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥി AM ആരിഫ് എന്നോടൊപ്പം ചേരുന്നു. കഴിഞ്ഞ 5 വർഷം നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണോ, ആ പ്രതീക്ഷയിലാണോ വീണ്ടും തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത്? അല്ല, ആ പ്രതീക്ഷ മാത്രമല്ല, രാജ്യത്തിൻ്റെ മതേതരത്വവും ജനാധിപത്യവും വലിയ അപകടത്തിലാണ്. ഭരണഘടന പോലും സംരക്ഷിക്കപ്പെടാൻ വലിയ ശ്രമം വേണ്ടിവരുന്നൊരു സന്ദർഭമാണ്. അപ്പോൾ രാജ്യം ഒരു മതേതര രാഷ്ട്രമെന്ന നിലവിട്ട് മതരാഷ്ട്രമാകാനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഭീകരമായ ഒരു രാഷ്ട്രീയ അന്തരീക്ഷമുണ്ട്. ആ അന്തരീക്ഷത്തിൽ മതേതര ജനാധിപത്യ ശക്തികളെ ഏകോപിപ്പിക്കുന്നതിന് ഇടതുപക്ഷങ്ങൾ അംഗങ്ങളുടെ അംഗബലം പാർലമെൻറ്റിൽ കൂടുന്നത് സഹായകമായി മാറിത്തീരും എന്നാണ് 2004 എക്സ്പീരിയൻസ്, അനുഭവം നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ ആ ദൗത്യം നിറവേറ്റുന്ന കാര്യത്തിൽ കഴിഞ്ഞ 5 വർഷക്കാലം പാർലമെൻറ്റിനകത്തെ നമ്മൾ നടത്തിയിട്ടുള്ള പെർഫോമൻസ് വിലയിരുത്തപ്പെടണം. അതുകൂടി ചേർത്ത് വേണം വായിക്കാൻ. അല്ലാതെ വികസന പ്രവർത്തനങ്ങൾ പറയാൻ ഉണ്ട്. ഇന്ത്യ സർക്കാർ അതിൻ്റെ പോളിസി മാറ്റർ അനുസരിച്ച് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്ത് കൊടുത്താൽ മാത്രം ചെയ്യുമെന്ന് പറഞ്ഞിട്ടുള്ള തീരദേശ റെയിൽവേ പാത ഇരട്ടിപ്പിക്കൽ, അങ്ങനെ പലവട്ടം നിരസിച്ച് വിട്ടത് നമ്മൾ റെയിൽവേ ബോർഡിനെ കൊണ്ട് അത് അംഗീകരിപ്പിച്ച് 2660 കോടി രൂപ മുടക്കി പാത ഡബിൾ ലൈൻ എടുപ്പിക്കാൻ വേണ്ടി തീരുമാനിപ്പിക്കാൻ കഴിഞ്ഞതൊരു വലിയ നേട്ടം തന്നെയാണ്. ആലപ്പുഴയും കായംകുളം റെയിൽവേ സ്റ്റേഷനുകളെ ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്താനുള്ള നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്ടോബർ 24 പൂർത്തീകരിക്കും. 14 കേന്ദ്രീയ വിദ്യാലയങ്ങൾ അടച്ചുപൂട്ടിൽ ആലപ്പുഴ മാത്രമാണ് പുനഃസ്ഥാപിച്ചത്. സുപ്രീം കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ പുനഃസ്ഥാപിക്കാൻ നിർബന്ധമായി നമ്മളതിൻ്റെ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ്. നമ്മളെല്ലാം കേട്ടുകൊണ്ടിരുന്ന ചെറുപ്പം മുതലേ ആകാശവാണി തിരുവനന്തപുരം, ആലപ്പുഴ, കവരത്തി, കോഴിക്കോട് എന്നൊക്കെ പറഞ്ഞാൽ കേട്ടുകൊണ്ടിരുന്നത്. തിരുവനന്തപുരം അടച്ചുപൂട്ടിയിട്ട് 4 അതൊന്നും തുറന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്നില്ല. ഇത് ആലപ്പുഴയാണ് തുറന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞത്, ശക്തമായ ഇടപെടലിൻ്റെ ഫലമായിട്ടാണ്. അങ്ങനെ ഇപ്പോൾ നമ്മുടെ ദേശീയപാതയുടെ വികസനമായാലും എലിവേറ്റഡ് ഹൈവേയുടെ വികസനം, ഇതിലെല്ലാം ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ അതുമായി ബന്ധപ്പെട്ട് വരുന്ന അത് എൻ്റെ വ്യക്തിപരമായ നേട്ടമല്ല, അത് സംസ്ഥാന കേന്ദ്ര സർക്കാർ തമ്മിലുള്ളൊരു തീരുമാനത്തിൻ്റെ ഭാഗമായി വന്നതാണ്. പക്ഷേ അതിലൊക്കെയുള്ള ഇഷ്യൂസിൽ ഇടപെടുക, അത് പരിഹരിക്കപ്പെടുക, അത് വേഗത്തിലാക്കുക. ഒരു ഭാഗത്ത് ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്യുക, മറ്റു ഭാഗത്ത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യുക. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഏത് പ്രതിസന്ധി ഘട്ടത്തിലും എല്ലാ സ്ഥാപനങ്ങളെയും എല്ലാ ടൂറിസം ഡെസ്റ്റിനേഷനും ഉണ്ടാക്കുക. അപ്പോൾ എല്ലാ MP ഫണ്ട് വിനിയോഗത്തിൽ എല്ലാ ബ്ലോക്കുകളിലേക്കും ഒരു ആംബുലൻസ് വാഹനം ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഒരു മാതൃകാപരമായ ഇടപെടൽ. പിന്നെ ജനങ്ങൾ വിളിച്ചാൽ അപ്പോൾ എടുക്കുക, ഫോൺ എടുക്കുക, തിരിച്ച് വിളിക്കുക, അവരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണുക. ഇങ്ങനെയുള്ളൊരു എന്താ പറയുക, നമ്മളൊരു സാധാരണക്കാരനെ പോലെ അങ്ങ് പൊക്കോണം. 10-20 AM ആരിഫിനെ പലപ്പോഴും CPM പരീക്ഷിക്കുന്നത് വമ്പർക്കെതിരെയാണ്. KR ഗൗരിയമ്മയെ അട്ടിമറിച്ചാണ് നിയമസഭയിൽ തുടക്കം കുറിക്കുന്നത്. ഹാട്രിക് വിജയത്തിന് ശേഷം ആലപ്പുഴയിൽ വരുന്നു. ആലപ്പുഴ പിടിച്ചെടുത്തുകൊണ്ട് അഭിമാനം കാൽക്കുന്നു. ഇത്തവണത്തെ ഒരു ആത്മവിശ്വാസം ഇതൊക്കെ തന്നെയാണ്. അല്ല, CPMൻ്റെ ശക്തിയും ഇടതുപക്ഷ ജനാധിപത്യമുണ്ട് ശക്തി കൊണ്ട് തന്നെയാണ് ആലപ്പുഴ ജയിക്കുന്നത്. ആരിഫിൻ്റെ ശക്തി കൊണ്ടൊന്നുമല്ല. പക്ഷേ നമ്മളത് ആ ലക്ഷ്യം നിറവേറ്റാൻ നമ്മളൊരു പ്രധാന ഘടകമായി പ്രവർത്തിക്കുന്നതേ ഉള്ളൂ. അതിൽ എന്താ പറയുക, എപ്പോഴും ഇപ്പോൾ 3 തവണ അസംബ്ലിയിൽ മത്സരിച്ചും പാർലമെൻറ്റിലേക്ക് 1 തവണ മത്സരിച്ചും നേടിയ വിജയങ്ങളും ബന്ധങ്ങളും സൗഹൃദങ്ങളും ഒക്കെ പാർട്ടി മുതൽക്കൂട്ടായി കണക്കാക്കി പ്രതീക്ഷിക്കുന്നുണ്ടാവും. അതുകൊണ്ടുകൂടിയായിരിക്കണം നിർത്തുന്നത്. എതിരാളിയെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിൽ ഒരു പ്രതീക്ഷ, ആശങ്ക അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും പലതരത്തിൽ നമ്മൾ അന്വേഷിക്കുമ്പോൾ അവ്യക്തതകൾ തുടരുന്ന ഒരു സമയത്തു കൂടിയാണ് ആദ്യം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ച് CPM മുന്നിലേക്ക് വരുന്നത്, ഇടതുമുന്നണി പ്രചാരണത്തിൽ മുന്നിലേക്ക് വരുന്നത്. അല്ല, അങ്ങനെയൊന്നുമില്ല. നമ്മൾ എതിരാളിയെ സംബന്ധിച്ച് നമ്മൾ അങ്ങനെ ഏതെങ്കിലും ഒരു ആശങ്ക ഞാൻ വെച്ച് പുലർത്തുന്നില്ല. ഏത് എതിരാളി ഉണ്ടായേ പറ്റത്തുള്ളല്ലോ. സ്വാഭാവികമായും നമ്മളെ എതിരില്ലാതെ തിരഞ്ഞെടുക്കത്തില്ല. ഏത് എതിരാളിയായാലും നമ്മൾ മത്സരിക്കാൻ സജ്ജമാണ്, സന്നദ്ധമാണ്. പാർട്ടിയും മുന്നണിയും അതിൻ്റെ എല്ലാ സംവിധാനങ്ങളും ആ രീതിയിൽ സജ്ജമാണ്. അതുകൊണ്ട് എല്ലാ പ്രതികൂലമായ പ്രതിസന്ധി നിറഞ്ഞ ഘട്ടത്തിൽ പോലും നമ്മുടെ ഈ അസംബ്ലി കോൺസ്റ്റിറ്റ്യുവൻസിലെല്ലാം ജയിക്കുകയല്ലേ ഉണ്ടായത് ആ അസംബ്ലി ഇലക്ഷനിലും. അപ്പോൾ അത് നല്ല അടിത്തറയുള്ള ഒരു പ്രദേശം കൂടിയാണിത്. CPMനകത്ത് ആലപ്പുഴയിൽ പറഞ്ഞു കേട്ടതായി പ്രചരിക്കുന്നൊരു കാര്യം, ആരിഫിനെ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് അമിതമായി പരിഗണിക്കുന്നു. 3 തവണ അരൂരിൽ പരിഗണിച്ചു, ഇത് 2ാം തവണ ആലപ്പുഴയിൽ പരിഗണിക്കുന്നു. ഇത്തരം ചില എന്തെങ്കിലുമൊക്കെ തർക്കങ്ങൾ ഉണ്ടായതായി ശ്രദ്ധയിൽപ്പെട്ടിരുന്നോ പാർട്ടിക്കകത്ത്? അങ്ങനെ ഒരു തർക്കവും ഞാനുള്ള ഘടകത്തിലോ വേറെ ഏതെങ്കിലും ഘടകങ്ങളിലോ ഉള്ളതായിട്ട് ഞാനിതുവരെ ശ്രദ്ധയപ്പെട്ടിട്ടില്ല. പിന്നെ അമിതമായി പ്രതീക്ഷിക്കുന്നു പറയാൻ പറ്റത്തില്ല.
ഇപ്പോഴാണ് തീരുമാനം എടുത്തത്. ഈ കഴിഞ്ഞ പാർട്ടി സമ്മേളനങ്ങളിലാണ് പാർട്ടി അതിനുള്ള ചർച്ചയെ തുടർന്ന് പാർട്ടി സ്റ്റേറ്റ് കമ്മിറ്റി ഒരു ക്രൈറ്റീരിയ ആണ് 2 തവണ കൂടുതൽ വേണം. അപ്പോഴത്തേക്ക് ഞാൻ 3 തവണ മത്സരിച്ച് കഴിഞ്ഞു. പാർലമെൻറ്റിലേക്ക് മത്സരിച്ചു. അപ്പോൾ പിന്നെ നമ്മൾ നിയമസഭയിലേക്ക് മത്സരിക്കുന്നില്ലല്ലോ, ആ ഒരു ഇത് വെച്ച് നോക്കിയാൽ. പിന്നെ പാർലമെൻറ്റിലേക്ക് നമ്മൾ വീണ്ടും മത്സരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ ഒരാൾ മാത്രമാണ് ജയിച്ചത്. അപ്പോൾ ആ നിലയിൽ ജയിച്ചിട്ടുള്ള ആൾ നന്നായി പെർഫോം ചെയ്തതാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. അപ്പോൾ ആ ദൗത്യം നിർവഹിച്ചിരിക്കുന്നതുകൊണ്ടാണല്ലോ, അത് അമിതമായി ഒന്നുമില്ല. ഞാനിനി അടുത്ത തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനും പോകുന്നില്ല. ആലപ്പുഴയിൽ CPM-ൻ്റെ ഒരു ശക്തി ദുർഗമായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷേ പലപ്പോഴും CPM-നെ അലട്ടുന്നത് ആലപ്പുഴയിൽ പാർട്ടിക്കകത്തെ ചില വിഭാഗീയതകളാണ്. സുധാകരനെ പോലുള്ള മുതിർന്ന നേതാക്കളൊക്കെ പോലും പലപ്പോഴും പാർട്ടിക്ക് വിരുദ്ധമായി തരത്തിൽ പോലും സംസാരിക്കുന്നതായി ശ്രദ്ധയപ്പെടുന്നുണ്ട്. ഇവരൊക്കെയുമായുള്ള ഒരു സൗഹൃദം എങ്ങനെയാണ് എമാരും? അല്ല, സുധാകരനൊന്നും പാർട്ടിക്ക് വിരുദ്ധമായൊന്നും സംസാരിക്കുന്നൊന്നുമില്ല. തെരഞ്ഞെടുപ്പിൽ പണ്ട് പാർട്ടിക്കകത്ത് വലിയ ശക്തമായ വിഭാഗീയതയൊക്കെ ഒരു കാലത്തുണ്ടായിരുന്നു. അതൊക്കെ മാറി പാർട്ടി ഇപ്പോൾ വളരെ യൂണിഫൈഡായിട്ട് പ്രവർത്തിച്ചുകൊണ്ടല്ലേ ഈ സീറ്റെല്ലാം ജയിച്ചത്. അല്ലെങ്കിൽ ഇത് വല്ലതും ജയിക്കുമോ? അപ്പോൾ സുധാകര സാഹിബിനെ പോലെയുള്ള ആളുകളുടെ മുതിർന്ന നേതാക്കന്മാരുടെ എല്ലാ സംഭാവനകളെയും സ്വീകരിച്ചും ബഹുമാനിച്ചും ആദരിച്ചുവേ മുന്നോട്ട് പോകാൻ പാർട്ടിക്ക് പറ്റത്തുള്ളൂ. സുധാകര സാഹിബ് വളരെ പോസിറ്റീവായിട്ടാണ് ഈ പാർലമെൻറ്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും അദ്ദേഹം തന്നെയാണ് മുന്നിൽ നിന്ന് പ്രവർത്തിച്ചത്. ഈ തെരഞ്ഞെടുപ്പിലും അദ്ദേഹത്തിൻ്റെ എല്ലാ സംഭാവനകളും മുന്നിലും പിന്നിലും എല്ലാം ഉണ്ടാവും. AMRFൻ്റെ പാർലമെൻ്ററി രാഷ്ട്രീയത്തിലെ അവസാന തെരഞ്ഞെടുപ്പാകുമല്ലോ. ഞാനിനി ഈ എൻ്റെ വ്യക്തിപരമായ തീരുമാനമാണ് ഉള്ള കാര്യം. എനിക്ക് പാർട്ടിക്ക് വിധേയമായാണ് നമ്മളെല്ലാം. പക്ഷേ എങ്കിലും ഇതിന് അപ്പുറത്തേക്ക് ഇനി മത്സരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ ഈ ഒരു തവണ കൂടി പാർട്ടി തീരുമാനിച്ചത്. ഇനി വ്യക്തിപരമായി നമ്മുടെ ആഗ്രഹങ്ങളല്ലല്ലോ പാർട്ടിയിൽ വരുന്നത്. പക്ഷേ എങ്കിലും എൻ്റെ ഒരു സുചിന്തിതമായ തീരുമാനം ഇത് ഇനി മത്സരിക്കരുത്, ഇനി പുതിയ ആൾക്കാർ വരട്ടെ എന്നുള്ളതാണ്. കഴിഞ്ഞ തവണ എല്ലാം തകിടം മറിയുമ്പോൾ പിടിച്ചു നിന്നത് ആലപ്പുഴയാണ്. 10,000-ത്തിൽ അധികം വോട്ടിലേക്ക് വന്നു. ഇത്തവണത്തെ ഒരു ഭൂരിപക്ഷത്തിൻ്റെ കൗണ്ട് നോക്കിയാൽ, എണ്ണം നോക്കിയാൽ എത്ര ആകും പ്രതീക്ഷിക്കുന്നത്? എന്തായാലും ശരി, നല്ല ഭൂരിപക്ഷം ആയിരിക്കും ഇത്തവണത്തെ. ഒരു സംശയം അക്കാര്യത്തിൽ വേണ്ട. നല്ല ഭൂരിപക്ഷം. ആ ആത്മവിശ്വാസം വളരെ നന്നായിട്ട് എനിക്കുണ്ട്. കഴിഞ്ഞ തവണ എന്ന് വെച്ചാൽ പിന്നെ നമ്മളെ ഒരു 10,500 വോട്ടിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തോൽവിയുടെ മൂല്യം വെച്ച് നോക്കിയാൽ ആ 10,500 1,50,000 വോട്ടിൻ്റെ വാല്യൂ ഉണ്ട്. മറ്റ് മണ്ഡലങ്ങളെല്ലാം തോറ്റ ഒന്നരയൊക്കെ വെച്ചാണ് തോറ്റത്. അപ്പോൾ അതിൻ്റെ വാല്യൂ അതുമായി കമ്പയർ ചെയ്താൽ ഒരു 1.5 ലക്ഷം വോട്ടിന് നമ്മൾ ജയിച്ചെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ആ നിലയിലേക്ക് അന്നില്ലാതിരുന്ന ഒരുപാട് വ്യക്തിബന്ധങ്ങൾ, സൗഹൃദങ്ങൾ കൂടി ആഡ് ചെയ്യപ്പെടും എന്നുള്ളതാണ് ഞാൻ കണക്കാക്കുന്നത്. KC വേണുഗോപാലിനെ പോലെ ഒരു ശക്തനായ എതിരാളിയാണ് വരുന്നതെങ്കിലും അല്ല, KC വേണുഗോപാലായിട്ട് മത്സരിക്കാനാണ് കഴിഞ്ഞ തവണ തന്നെ തീരുമാനിച്ചു. ശക്തനായ എതിരാളിയായിട്ട് മത്സരിക്കാനാണ് കഴിഞ്ഞ തവണ തീരുമാനിച്ചത്. അദ്ദേഹത്തിന് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുള്ളത് കൊണ്ടാണ് അദ്ദേഹം മാറിയത്. ഇപ്പോൾ ഉത്തരവാദിത്തം അദ്ദേഹത്തിന് കൂടി. അതായത് ഇപ്പോൾ അദ്ദേഹം ഓർഗനൈസേഷൻ സെക്രട്ടറിയായി, ഇന്ത്യ മുന്നണിയിലെ കോൺഗ്രസിൻ്റെ കൺവീനറാണ്. അപ്പോൾ ചുമതല കൂടുന്തോറും അദ്ദേഹം ഇത്രയും ചുമതല ഇല്ലാത്തപ്പോഴാണ് കൂടുതൽ ചുമതല അദ്ദേഹം മത്സരിക്കാതിരുന്നത്. ചുമതല കൂടിയപ്പോൾ പിന്നെ സമയം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മത്സരിക്കാൻ എത്തിയാലും ഒരു പേടിയും നമുക്കില്ല. ഒരു ഭയം അക്കാര്യത്തിലൊന്നുമില്ല. 100% വിജയിക്കും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയം അതിനകത്ത് ഒരു അണുവിടെ പോലും സംശയക്കുറവില്ല. AMRF തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. നടത്തിയ വികസന പ്രവർത്തനങ്ങൾ മാത്രമല്ല, പാർലമെൻറ്റിനകത്തും പുറത്തും ഫാസിസ്റ്റ് സർക്കാരിനെതിരെ മതേതരത്വത്തിന് വേണ്ടി പോരാടിയ ഒരു ഇടത് MP എന്ന അഭിമാനബോധം കൂടിയാണ് ആലപ്പുഴക്കാർക്ക് സമ്മാനിച്ചുകൊണ്ട് തികഞ്ഞ ആത്മവിശ്വാസത്തിൽ എതിരാളി ഇനി ആരുമാവട്ടെ, എത്ര ശക്തനുമാവട്ടെ, മുന്നോട്ട് വരട്ടെ, കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലാണ് അങ്കത്തട്ടിലേക്ക് രണ്ടാമതും പാർലമെൻറ്റിലേക്ക് മത്സരിക്കാൻ AMRF കച്ചമുറുക്കുന്നത്. ഫൈസൽ നിൽക്കുന്നതിനൊപ്പം യു ഷൈജു, മീഡിയ 1 ആലപ്പുഴ.